എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൂപ്രണ്ട് ഓഫ് സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് എക്സാമിന് വേണ്ടി മാത്തമാറ്റിക്സിന്റെ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, കഴിഞ്ഞ എക്സാം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസിൽ നിന്ന് നേരിട്ട് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ പല ക്വസ്റ്റ്യൻസിലും ഒരു ക്രൂഷ്യൽ മൊമെന്റിൽ എത്തുമ്പോൾ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യേണ്ടി വരും? പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് അപ്ലൈ ചെയ്യേണ്ടി വരും. സോ ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ സിലബസ്. പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് റിലേറ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ, ഉദാഹരണം ഇപ്പോൾ ഒരു ബൈനോമിയൽ തിയറം റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒബ്വിയസ്ലി അവിടെ കോഎഫിഷ്യൻസ് എല്ലാം തന്നെ കോമ്പിനേഷൻ ടേംസിലാണ് പറയാം. ശരിയല്ലേ? അപ്പൊ നമുക്ക് ത്രൂ ഔട്ട് ദ ജേർണി ഈ ഒരു പഠനത്തിൽ നമുക്ക് ആവശ്യം വരുന്ന സാധനമാണ് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്. സോ എന്താണ്, ഒരു ബേസ് ലെവലിൽ തൊട്ട് അതിന്റെ വ്യക്തമായ ധാരണ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ഫാക്ടോറിയൽസ് നമുക്കറിയാം നല്ല രീതിയിൽ യൂസ് വരുന്നതാണ്. കോമ്പിനേഷൻസ് പ്രോബബിലിറ്റി പഠിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ യൂസ് വരുന്നതാണ്. സെലക്ഷൻ അഥവാ പെർമ്യൂട്ടേഷൻ, അറേഞ്ച്മെന്റ്, ഇതെല്ലാം തന്നെ പ്രാധാന്യാർഹിതമായ ടോപ്പിക്കുകളാണ്. അതുകൊണ്ട് തന്നെ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് നമ്മൾ നന്നായിട്ട് പഠിക്കണം. ഒരു ചുരുങ്ങിയ ക്ലാസ്സുകൾ കൊണ്ട് നമുക്കത് കവറപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, ഒരു വലിയ ടോപ്പിക്ക് 25 പാർട്ടുകൾ കൊണ്ട് നമ്മൾ കാൽക്കുലസ് കംപ്ലീറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ കുറെ ലൈവ് ക്ലാസ്സുകൾ നമ്മൾ കാൽക്കുലസിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു വലിയ മൊഡ്യൂൾ കഴിഞ്ഞതിന്റെ ഒരു ക്ഷീണം നമുക്ക് മാറ്റാൻ വേണ്ടി ഒരു ചെറിയ മൊഡ്യൂളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്. ഓക്കെ, നോക്കാം എന്താണ് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ. പെർമ്യൂട്ടേഷനിലേക്ക് വരുന്നതിന് മുൻപ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനം, ഏറ്റവും ചുരുക്കി പറഞ്ഞ എത്രേ ഉള്ളൂ, ആ പേരിന്റെ സിഗ്നിഫിക്കൻസ് നമുക്ക് ആദ്യം പറയാം. പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്. പെർമ്യൂട്ടേഷൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അറേഞ്ച്മെന്റ്. പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അറേഞ്ച്മെന്റ് ആണ്. നോക്കണേ, പെർമ്യൂട്ടേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് അറേഞ്ച്മെന്റ്. പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അറേഞ്ച്മെന്റ് ആണ്. ഓക്കെ, കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞാൽ സെലക്ഷൻ ആണ്. കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സെലക്ഷൻ ആണ്. സെലക്ഷൻ. പെർമ്യൂട്ടേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറേഞ്ച്മെന്റ് ആണ്. കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെലക്ഷൻ. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ബെഞ്ചിൽ ഒരു 10 കുട്ടികൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു 10 കുട്ടികൾ. ആ 10 കുട്ടികളിൽ നിന്നും ഒരു 3-4 പേരെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിരുത്തി, അറേഞ്ച് ചെയ്തിരുത്തി. സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് അറേഞ്ച്മെന്റ്. ഇനി എന്താ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ? ആ 10 കുട്ടികളിൽ നിന്നും എനിക്കൊരു ക്രിക്കറ്റ് ടീം രൂപീകരിക്കുന്നതിനായിട്ട് എനിക്കൊരു 3 ബോളേഴ്സിനെ വേണം. ബോൾ ചെയ്യാൻ അറിയാവുന്ന 3 കുട്ടികളെ വേണം. ഓക്കെ, പക്ഷെ ബോൾ ചെയ്യാൻ അറിയാവുന്ന 7 കുട്ടികൾ അതിനകത്തുണ്ട്. അതിലെ 3 പേരെ എടുത്താൽ മതി. അപ്പൊ ആ 7 പേരിൽ നിന്നും 3 പേരെ ഞാൻ എന്ത് ചെയ്യും? സെലക്ട് ചെയ്യും. സോ ദാറ്റ് ഈസ് സെലക്ഷൻ. ഇതാണ് ഇതിന്റെ ഡിഫറൻസ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിരുത്തുന്നതിനെ അറേഞ്ച്മെന്റ്, ഇങ്ങോട്ടും എടുക്കുന്നതിനെ സെലക്ഷൻ. ഓക്കെ, ഒരു സ്ഥലത്ത് തന്നെ മാറ്റി മാറ്റി വെക്കുന്നത് അറേഞ്ച്മെന്റ്. എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടി ഏതെങ്കിലും കുറച്ച് പേരെ ഇങ്ങോട്ട് വിളിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് എ സെലക്ഷൻ. അപ്പൊ എന്താണ് അറേഞ്ച്മെന്റ്? എന്താണ് സെലക്ഷൻ? എന്താണ് പെർമ്യൂട്ടേഷൻ? എന്താണ് കോമ്പിനേഷൻ? അടിസ്ഥാന ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനമാണ് റൂൾ ഓഫ് പ്രോഡക്റ്റ്. എന്താണ് റൂൾ ഓഫ് പ്രോഡക്റ്റ്? അതെന്താണെന്ന് നോക്കാം. റൂൾ ഓഫ് പ്രോഡക്റ്റ്. റൂൾ ഓഫ് പ്രോഡക്റ്റിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്. അതും കൂടെ നോട്ട് ചെയ്തോളൂ. ദിസ് ഈസ് ഓൾസോ കോൾഡ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്. ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്, എണ്ണലിന്റെ അടിസ്ഥാന തത്വം. എന്താണ്? എണ്ണലിന്റെ അടിസ്ഥാന തത്വം. ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് അഥവാ എണ്ണലിന്റെ അടിസ്ഥാന തത്വം. എന്താണ് എണ്ണലിന്റെ അടിസ്ഥാന തത്വം? വളരെ ഈസി ആയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഞാനിപ്പോ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് കരുനാഗപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കരുനാഗപ്പള്ളി, കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി. അത് ഞാൻ കെ എന്നെടുക്കും. കരുനാഗപ്പള്ളിയുടെ അപ്പുറത്തും ഇപ്പുറത്തുള്ള 2 സ്ഥലങ്ങൾ എടുക്കാം. ഒന്ന് ഓച്ചിറ. ഓക്കെ, ഓച്ചിറ.
മറ്റൊന്ന് കരുനാഗപ്പള്ളി KA എന്നെടുക്കാം, മറ്റൊന്ന് കൊല്ലം KO. കരുനാഗപ്പള്ളി, ഓച്ചിറ, കൊല്ലം 3 സ്ഥലങ്ങൾ. ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇതേപോലെ ഏതെങ്കിലും ഒരു 3 സ്ഥലങ്ങൾ എടുക്കുക. എളുപ്പത്തിൽ എന്താണ് അതിന്റെ ഐഡിയ, അതിന്റെ ലോജിക്ക് നിങ്ങളോട്ട് കൺവേ ചെയ്യാനാണ് ഒരു എക്സാമ്പിൾ വെച്ച് പറയുന്നത്. ഓക്കെ, അവസാനം എന്തോ പറയുന്നതെന്ന് ഞാൻ എന്തോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു എക്സാമ്പിളിൽ നിന്ന് അത് മനസ്സിലാക്കാം നമുക്ക്. ഓച്ചിറയിൽ നിന്ന് കരുനാഗപ്പള്ളിയിലേക്ക് വരാൻ എന്റെ കയ്യിൽ 2 വഴികളുണ്ട് എന്ന് വിചാരിക്കും. ഓക്കെ, ഓച്ചിറയിൽ നിന്ന് കരുനാഗപ്പള്ളിയിലേക്ക് പോകാൻ എന്റെ കയ്യിൽ 2 വഴികളുണ്ട്. കരുനാഗപ്പള്ളിയിൽ നിന്ന് കൊല്ലത്തിലേക്ക് പോകാൻ എന്റെ കയ്യിൽ 3 വഴികളുണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, കരുനാഗപ്പള്ളിയിൽ നിന്ന് കൊല്ലത്തിലേക്ക് പോകാൻ എന്റെ കയ്യിൽ 3 വഴികളുണ്ട്. ശരിയാണല്ലോ? അങ്ങനെയാണെങ്കിൽ ഓച്ചിറയിൽ നിന്ന് കൊല്ലത്തേക്ക് പോകാൻ എത്ര വഴികളുണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? അതാണ് എന്റെ ചോദ്യം. എളുപ്പമാണ്, നമുക്കൊന്ന് എണ്ണി നോക്കാം ആദ്യം. ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് എല്ലാം കൂടെ മാറ്റി വെച്ചോളൂ. നമുക്കൊന്ന് എണ്ണി നോക്കാം. ഓച്ചിറയിൽ നിന്ന് കരുനാഗപ്പള്ളിയിലൂടെ ആദ്യത്തെ വഴിയിലൂടെ വന്നു. അതിനുശേഷം കരുനാഗപ്പള്ളിയിൽ നിന്ന് കൊല്ലത്തിലേക്ക് ആദ്യത്തെ വഴിയിലൂടെ പോവാം, രണ്ടാമത്തെ വഴിയിലൂടെയും പോവാം, മൂന്നാമത്തെ വഴിയിലൂടെയും പോവാം. സോ ഓച്ചിറയിൽ നിന്ന് കൊല്ലത്തേക്ക് പോകാനുള്ള 3 പോസിബിലിറ്റീസ് അപ്പോൾ ആയി. ആദ്യത്തെ വഴിയിലൂടെ കരുനാഗപ്പള്ളി വന്ന് ആദ്യത്തെ വഴിയിലൂടെ കൊല്ലത്തേക്ക് പോകാം, രണ്ടാമത്തെ വഴിയിലൂടെ കൊല്ലത്തേക്ക് പോകാം, മൂന്നാമത്തെ വഴിയിലൂടെ കൊല്ലത്തേക്ക് പോകാം. സോ ദർ ആർ 3 പോസിബിലിറ്റീസ്. ഇനി ഓച്ചിറയിൽ നിന്ന് കരുനാഗപ്പള്ളിയിലേക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തെ വഴിയിലൂടെ വരാം. ശരിയല്ലേ? രണ്ടാമത്തെ വഴിയിലൂടെ വരാം. എന്നിട്ട് ആദ്യത്തെ വഴിയിലൂടെ കൊല്ലത്തേക്ക് പോവാം, രണ്ടാമത്തെ വഴിയിലൂടെ കൊല്ലത്തേക്ക് പോവാം, അല്ലെങ്കിൽ മൂന്നാമത്തെ വഴിയിലൂടെ കൊല്ലത്തേക്ക് പോവാം. അവിടെ 3 പോസിബിലിറ്റീസ്. ടോട്ടൽ 3+3 6 വഴികളിലൂടെ എനിക്ക് എന്ത് ചെയ്യാം? ഓച്ചിറയിൽ നിന്ന് കൊല്ലത്തേക്ക് പോകാം. എനിക്ക് 6 ഡിഫറെന്റ് വേസിൽ എനിക്ക് എന്ത് ചെയ്യാം? ഓച്ചിറയിൽ നിന്ന് കൊല്ലത്തേക്ക് പോകാം. ശരിയാണല്ലോ? ഇതെങ്ങനെ ഈ 6 കണ്ടുപിടിക്കുന്നത്? നമുക്ക് ഇതേപോലെ എണ്ണി നോക്കി കൂട്ടി എടുക്കാൻ കുറെ സമയം എടുക്കും. ആൻഡ് ഹിയർ അറൈസസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്. ഓച്ചിറയിൽ നിന്ന് കരുനാഗപ്പള്ളിയിലേക്ക് പോകാൻ എന്റെ കയ്യിൽ 2 വഴികളുണ്ട്. 2 വഴികൾ. കരുനാഗപ്പള്ളിയിൽ നിന്ന് കൊല്ലത്തിലേക്ക് പോകാൻ എന്റെ കയ്യിൽ 3 വഴികളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓച്ചിറയിൽ നിന്ന് കൊല്ലത്തിലേക്ക് പോകാൻ 2 × 3 6 വഴികൾ. 2 × 3 6 ways. ഇതിനെയാണ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് എന്ന് പറയുന്നത്. അതായത് ഒരു ജോലി ചെയ്ത് തീർക്കാൻ എന്റെ കയ്യിൽ m ways ഉണ്ട്. m ways. മറ്റൊരു ജോലി ചെയ്ത് തീർക്കാൻ എന്റെ കയ്യിൽ n ways ഉണ്ട്. n ways. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഈ 2 ജോലിയും ചെയ്ത് തീർക്കാൻ എന്റെ കയ്യിൽ എത്ര? ഈ ഡെസിഗ്നേറ്റഡ് ഓർഡറിൽ ആ ഡ്യൂട്ടി ചെയ്ത് തീർക്കാൻ എനിക്ക് mn ways ഉണ്ടായിരിക്കും. mn ways ഉണ്ടായിരിക്കും. വൺ ഫോളോഡ് ബൈ ദ അനദർ ചെയ്ത് തീർക്കാൻ എന്റെ കയ്യിൽ mn ways ഉണ്ടായിരിക്കും. ഓക്കെ, എന്റെ കയ്യിൽ 2 ഷർട്ട് ഉണ്ട്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. 2 ഷർട്ട് ഉണ്ട്, 3 പാന്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എത്ര രീതിയിൽ ഡ്രസ് ചെയ്യാം? എനിക്ക് 6 രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ഡ്രസ് ചെയ്യാൻ പറ്റും. ആദ്യത്തെ ഷർട്ട്, ആദ്യത്തെ പാന്റ്. ആദ്യത്തെ ഷർട്ട്, രണ്ടാമത്തെ പാന്റ്. ആദ്യത്തെ ഷർട്ട്, മൂന്നാമത്തെ പാന്റ്. രണ്ടാമത്തെ ഷർട്ട്, ആദ്യത്തെ പാന്റ്. രണ്ടാമത്തെ ഷർട്ട്, രണ്ടാമത്തെ പാന്റ്. രണ്ടാമത്തെ ഷർട്ട്, മൂന്നാമത്തെ പാന്റ്. മൊത്തം 6 രീതിയിൽ എനിക്ക് എന്ത് ചെയ്യാം? ഡ്രസ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഇതിനെ വിളിക്കുന്ന പേരാണ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്. If a process is done in m different ways followed by another one is done in n different ways, then the total number of ways of completing the whole process is mn ways. mn ways. നോക്കാം, ഒരു പ്രൊസീജിയർ രണ്ടായിട്ട് ബ്രോക്കൺ ഡൗൺ ചെയ്തു. ഇഫ് എ പ്രൊസീജിയർ ക്യാൻ ബി ബ്രോക്കൺ ഡൗൺ ഇൻ ടു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റേജസ്. ഓച്ചിറയിൽ നിന്നും കൊല്ലത്തേക്കുള്ള ഒരു പ്രൊസീജിയറിനെ 2 സ്റ്റേജസ് ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ഓച്ചിറയിൽ നിന്ന് കരുനാഗപ്പള്ളി വരെ ഫസ്റ്റ് സ്റ്റേജ്, കരുനാഗപ്പള്ളിയിൽ നിന്ന് കൊല്ലം വരെ സെക്കൻഡ് സ്റ്റേജ്. ശരിയാണല്ലോ? ഇഫ് എ പ്രൊസീജിയർ ക്യാൻ ബി ബ്രോക്കൺ ഡൗൺ ഇൻ ടു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റേജസ്, ഇഫ് ദർ ആർ m പോസിബിൾ വേസ് ഓർ പോസിബിൾ ഔട്ട്കംസ് ഫോർ ദ ഫസ്റ്റ് സ്റ്റേജ്. ഫസ്റ്റ് സ്റ്റേജ് നടത്താൻ m പോസിബിൾ വേസ് അല്ലെങ്കിൽ പോസിബിൾ ഔട്ട്കംസ് ഉണ്ട്. ആൻഡ് ഇഫ് ഫോർ ഈച്ച് ഓഫ് ദീസ് ഔട്ട്കംസ് there are n possible outcomes for the second stage. അതിലെ ഓരോ പോസിബിൾ ഔട്ട്കംസിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് there are n possible outcomes for the second stage ആണെങ്കിൽ
then the total procedure can be carried out in designated order like mn ways. എത്ര ways ആണ് mn? ഈ mn എന്നുള്ളത് ഡബിൾ ഇൻവെർട്ടഡ് കോമയിൽ ഇട്ടോണ്ട് എന്താണ് mn ways. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്. എന്താണ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്? ഇതിന്റെ ആപ്ലിക്കേഷൻ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ആദ്യമേ ചർച്ച ചെയ്യാം. നോക്കണേ, ഒന്നാമത്തെ ചോദ്യം നോക്കാം നമുക്ക്. നോക്കിക്കേ, how many 3-digit number can be formed from the digits 1, 2, 3, 4 and 5 assuming that repetition of the digits is allowed? നോക്കണേ, നമുക്ക് ഫോം ചെയ്തെടുക്കേണ്ട സാധനം എന്താണ്? 3-digit നമ്പർ ആണ്. എന്താണോ ഫോം ചെയ്യേണ്ടത് അത്രയും ബോക്സുകൾ വരയ്ക്കുക. എന്നിട്ട് ഓരോ ബോക്സ് ഫില്ല് ചെയ്യാനുള്ള വഴികൾ എഴുതുക. ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് അനുസരിച്ച് ആ ഓരോ വഴികളും പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് വേസ് കിട്ടും. ശരിയല്ലേ? ഒരു ജോലി ചെയ്യാൻ m വേസ്, അനദർ ജോലി ചെയ്യാൻ n വേസ്. അങ്ങനെയാണെങ്കിൽ ആ മൊത്തം ജോലി ചെയ്യാൻ mn വേസ്, വൺ ഫോളോഡ് ബൈ ദ അനദർ എന്ന രീതിയിൽ. നോക്കാം, എനിക്ക് ഫോം ചെയ്തെടുക്കേണ്ടത് 3-digit നമ്പർ ആണ്. ഉടനെ എന്ത് ചെയ്യുന്നു? 3 ബോക്സ് വരയ്ക്കാം. എന്താണോ ഫോം ചെയ്യേണ്ടത് അതിനനുസരിച്ച് ബോക്സ് വരയ്ക്കാം. എന്നിട്ട് ബോക്സ് ഫില്ല് ചെയ്യാനുള്ള വഴികളെ കുറിച്ച് ആലോചിക്കാം. നോക്കണേ, റെപ്പിറ്റീഷൻ ഓഫ് ദ ഡിജിറ്റ്സ് എന്താണ്? അലൗഡ് ആണ്. ഡിജിറ്റുകൾ ആവർത്തിച്ച് വരാം. എനിക്ക് ഫോം ചെയ്തെടുക്കേണ്ടത് 3-digit നമ്പർ. എന്റെ കയ്യിൽ എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 1, 2, 3, 4, 5 ഡിജിറ്റ്സ് ഉണ്ട്. ശരിയല്ലേ? ആ 5 ഡിജിറ്റിലെ ഏത് ഡിജിറ്റ് വേണമെങ്കിലും എനിക്ക് എന്ത് ചെയ്യാം? ഇവിടെ പ്ലേസ് ചെയ്യാം. ശരിയാണല്ലോ? ഓൾറെഡി പ്ലേസ് ചെയ്ത ഡിജിറ്റിനെ വീണ്ടും പ്ലേസ് ചെയ്യാം. ആ 5 ഡിജിറ്റിലെ ഏത് ഡിജിറ്റ് വേണമെങ്കിലും ഇവിടെയും പ്ലേസ് ചെയ്യാം. ഓൾറെഡി പ്ലേസ് ചെയ്ത ഡിജിറ്റിനെ വീണ്ടും പ്ലേസ് ചെയ്യാം. ആ 5 ഡിജിറ്റിലെ ഏത് ഡിജിറ്റ് വേണമെങ്കിലും ഇവിടെയും പ്ലേസ് ചെയ്യാം. കാരണം റെപ്പിറ്റീഷൻ ഓഫ് ദ ഡിജിറ്റ്സ് എന്താണ്? അലൗഡ് ആണ്. അതായത് ഓരോ ബോക്സ് ഫില്ല് ചെയ്യാനും എന്റെ കയ്യിൽ 5 പോസിബിൾ വേസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് മൊത്തം ചെയ്യാൻ 5 × 5 × 5 വേസ് ഉണ്ടായിരിക്കും. ആദ്യത്തെ ജോലി ചെയ്യാൻ 2 വഴി, അടുത്ത ജോലി ചെയ്യാൻ 3 വഴി, ആദ്യത്തെ ബോക്സ് ഫില്ല് ചെയ്യാൻ 5 വഴി, രണ്ടാമത്തെ ബോക്സ് ഫില്ല് ചെയ്യാൻ 5 വഴി, മൂന്നാമത്തെ ബോക്സ് ഫില്ല് ചെയ്യാൻ 5 വഴി. അങ്ങനെയാണെങ്കിൽ മൊത്തം 5 × 5 × 5. ഇവിടെ ആദ്യത്തെ ജോലി ചെയ്യാൻ 2 വഴി, രണ്ടാമത്തെ ജോലി ചെയ്യാൻ 3 വഴി. ഇപ്പൊ ടോട്ടൽ 2 × 3 6. അതേ ഐഡിയ തന്നെയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന പ്രോസസ് ഈസ് നത്തിങ് ബട്ട് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്. എന്താണ് സാധനം? ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്. ഐഡിയ പിടി കിട്ടുന്നുണ്ടോ? സോ 5 × 5 × 5 എത്രയാണ്? 125. ശരിയാണല്ലോ? സോ 125 ഓപ്ഷൻ ബി വരും ആൻസർ. ഇനി അടുത്ത പാർട്ടിൽ എന്താ പറയുന്നത്? റെപ്പിറ്റീഷൻ ഓഫ് ദ ഡിജിറ്റ്സ് ഈസ് അലൗഡ്. ഡിജിറ്റ്സിന്റെ റെപ്പിറ്റീഷൻ എന്താണ്? അലൗഡ് ആണ്. ഡിജിറ്റുകൾ റിപ്പീറ്റ് ചെയ്യുന്നതിൽ പ്രശ്നമില്ല. സോറി, ആദ്യം അലൗഡ് ആയിരുന്നു, ഇത് നോട്ട് അലൗഡ്. അലൗഡ് അല്ല എന്നാണ് പറയുന്നത്. നോക്കാം, എനിക്ക് ഫോം ചെയ്യേണ്ട 3-digit നമ്പർ. 3 ബോക്സ് വരച്ചു. ഞാൻ ആ 5 നമ്പറുകളുണ്ട് എന്റെ കയ്യിൽ. 5 നമ്പറിൽ ഏതൊരു നമ്പർ വേണേലും എനിക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. അവിടെ പ്ലേസ് ചെയ്ത നമ്പർ എനിക്ക് ഇപ്പുറം പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. ശരിയാണല്ലോ? അവിടെ പ്ലേസ് ചെയ്ത നമ്പർ എനിക്ക് ഇപ്പുറം പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ബാക്കിയുള്ള 5 നമ്പറുകളിൽ ബാക്കിയുള്ള 4 നമ്പറിൽ ഏതെങ്കിലും ഒരെണ്ണമേ എനിക്ക് ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ള 3 നമ്പറിൽ ഏതെങ്കിലും ഒരെണ്ണമേ എനിക്ക് ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ശരിയല്ലേ? മൊത്തം 5 നമ്പറിലുള്ളതിൽ ഏത് വേണമെങ്കിലും ആദ്യത്തെ ബോക്സിൽ പ്ലേസ് ചെയ്യാം. അവിടെ ഉപയോഗിച്ച നമ്പർ എനിക്ക് ഇപ്പുറം ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പൊ ബാക്കിയുള്ള 4 നമ്പറിൽ ഏതെങ്കിലും ഒരെണ്ണം എനിക്ക് രണ്ടാമത്തെ ബോക്സിൽ പ്ലേസ് ചെയ്യാം. ബാക്കി നിൽക്കുന്ന 3 നമ്പറിൽ ഏതെങ്കിലും ഒരെണ്ണം എനിക്ക് ആദ്യത്തെ ബോക്സിൽ പ്ലേസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര ആയിരിക്കും? 3 × 4 × 5. 3 4 12 × 5 എത്രയാണ്? 60. ശരിയാണല്ലോ? ഓപ്ഷൻ സി 60. ക്ലിയർ അല്ലേ? ഐഡിയ പിടി കിട്ടിയോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഹൗ മെനി 3-digit ഉണ്ടാക്കേണ്ടത് 3-digit നമ്പർ. ഉടനെ എന്ത് ചെയ്യുന്നു? 3 ബോക്സ് വരയ്ക്കുന്നു. എനിക്ക് ഫോം ചെയ്തെടുക്കേണ്ടത് 3-digit നമ്പർ ആണ്. ഉടനെ ഞാൻ എന്ത് ചെയ്യുന്നു? 3 ബോക്സ് വരയ്ക്കുന്നു. 3-digit എന്ത് നമ്പർ ആണ്? ഈവൻ നമ്പർ. 3-digit ഈവൻ നമ്പർ എന്നാ പറയുന്നത്. ഓക്കെ, ബൈ യൂസിങ് ദ ഡിജിറ്റ്സ് 1, 2, 3, 4, 5, 6. ഓക്കെ, 3-digit ഈവൻ നമ്പർ എന്നാണ് പറയുന്നത്. ഈവൻ നമ്പർ ആയതുകൊണ്ട് അത് എന്തിലൊക്കെ അവസാനിക്കുള്ളൂ? ഒന്നില്ലെങ്കിൽ 2-ലോ 4-ലോ അല്ലെങ്കിൽ 6-ലോ അവസാനിക്കുള്ളൂ. ശരിയല്ലേ? ഈവൻ നമ്പർ അവസാനിക്കുന്ന ഏതിലൊക്കെയാണ്? ഈവൻ നമ്പർ അവസാനിക്കുമ്പോൾ യൂണിറ്റ് പ്ലേസിൽ എനിക്ക് 3 പോസിബിലിറ്റി ഉള്ളൂ. ഒറ്റയുടെ സ്ഥാനത്ത് 3 സാധ്യതകളേ ഉള്ളൂ. ഈ 3 നമ്പേഴ്സ് അതിൽ ആരെങ്കിലും ഒരാളെ എനിക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. ഓക്കെ, ഡിജിറ്റുകൾ എന്ത് ചെയ്യാം? റിപ്പീറ്റ് ചെയ്യുന്നതിന് പ്രശ്നമില്ല. ഡിജിറ്റ്സ് ക്യാൻ ബി റിപ്പീറ്റഡ് ആണ്. അങ്ങനെയാണെങ്കിൽ
ഈ ഉപയോഗിച്ച 3 തന്നെ എനിക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഉപയോഗിക്കാം. ശരിയാണല്ലോ? ഈ 3 ഡിജിറ്റ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അതേ 3 ഡിജിറ്റ് തന്നെ വീണ്ടും ഉപയോഗിക്കുന്നതിന് പ്രശ്നമില്ല. അതായത് നിലവിൽ എന്റെ കയ്യിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 6 നമ്പേഴ്സ് ഉണ്ട്. ആ 6 നമ്പേഴ്സിൽ ഏത് നമ്പർ വേണമെങ്കിലും ഇവിടെ ഉപയോഗിക്കാം. ആ 6 നമ്പേഴ്സിലെ ഏത് നമ്പർ വേണമെങ്കിലും ഇവിടെയും ഉപയോഗിക്കാം. ക്ലിയർ അല്ലേ? ആ യൂണിറ്റ് പ്ലേസ് ഫില്ല് ചെയ്യാൻ എനിക്ക് 3 നമ്പർ എടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഈവൻ നമ്പർ കിട്ടണം. അതുകൊണ്ട് 2ഓ 4ഓ 6ഓ മാത്രമേ എനിക്ക് ആ യൂണിറ്റ് പ്ലേസ് ഫില്ല് ചെയ്യാനായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് വേസ് എത്രയാണ്? 6 ഇൻറ്റു 6 ഇൻറ്റു 3. സോ 6 6 36 ഇൻറ്റു 3 3 6 18 8 ശിഷ്ടം 1 3 9 1 10 108 വേസിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? 108 3 ഡിജിറ്റ് ഈവൻ നമ്പേഴ്സ് തന്നിട്ടുള്ള ഡിജിറ്റുകൾ ഉപയോഗിച്ച് എനിക്ക് ഉണ്ടാക്കാം. ശരിയല്ലേടോ? 108 3 ഡിജിറ്റ് ഈവൻ നമ്പേഴ്സ് എനിക്ക് ഉണ്ടാക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ചോദ്യം. How many 4-letter codes that can be formed using the first 10 letters of the English alphabet? ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ആദ്യത്തെ 10 ലെറ്റർ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് ഉണ്ടാക്കേണ്ട കോഡ് 4 ലെറ്റർ കോഡാണ്. ഓക്കെ, ഉണ്ടാക്കേണ്ട കോഡ് എന്താണ്? 4 ലെറ്റർ കോഡ്. 4 ബോക്സ് വരച്ചു. എന്റെ കയ്യിൽ 10 ലെറ്റേഴ്സ് ഉണ്ട്. എന്താണ്? നോ ലെറ്റർ റിപ്പീറ്റഡ് ആണ്, റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ആ 10 ലെറ്ററിൽ ഏത് ലെറ്റർ വേണമെങ്കിലും എനിക്ക് ഇവിടെ കൊടുക്കാം. ബാക്കിയുള്ള 9 ലെറ്ററിൽ ആരെ വേണമെങ്കിലും ഇവിടെ കൊടുക്കാം. ബാക്കിയുള്ള 8 ലെറ്റേഴ്സിൽ ആരെ വേണമെങ്കിലും ഇവിടെ കൊടുക്കാം. ബാക്കിയുള്ള 7 ലെറ്റേഴ്സിൽ ആരെ വേണമെങ്കിലും ഇവിടെ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ടോട്ടലി 7 ഇൻറ്റു 8 ഇൻറ്റു 9 ഇൻറ്റു 10 ആണ് നമുക്ക് ആൻസർ വരും. ശരിയാണല്ലോ? അത്രയും 4 ലെറ്റർ കോഡുകൾ എനിക്ക് ഉണ്ടാക്കാം. ഇപ്പൊ എന്താണ് ആൻസർ വരുന്നത്? 90 ഇൻറ്റു 56 എന്താണ് വരിക? 96 54 4 ശിഷ്ടം 5 95 45 4 49. എന്തെങ്കിലും തെറ്റിയോ? 90 8 40 6 48 7 56 96 54 4 ശിഷ്ടം 5 95 45 5 50 45 5 50 5040. ഓപ്ഷൻ സി വരും ആൻസർ. ക്ലിയർ അല്ലേ? 9 × 10 90, 7 8 56, 96 54 4 ശിഷ്ടം 5 95 45 5 50. സോ 5040. ഓപ്ഷൻ സി വരും ആൻസർ. ഐഡിയ പിടികിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കോളൂ. How many 5-digit telephone number that can be constructed using the digits 0 to 9? Okay, 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റ്സ്. 0 മുതൽ 9 വരെ, 1 മുതൽ 9 വരെയാണ് 9 ഡിജിറ്റുകൾ. 0 മുതൽ 9 വരെ എത്ര ഡിജിറ്റുകളുണ്ട്? 10 ഡിജിറ്റുകളുണ്ട്. ശരിയാണല്ലോ? 10 ഡിജിറ്റ്സ്. 0 മുതൽ 9 വരെ 10 ഡിജിറ്റുകളുണ്ട്. 0 1 2 3 4 5 6 7 8 9 10 ഡിജിറ്റുകൾ. ശരിയാണല്ലോ? എനിക്ക് എന്താ ഫോം ചെയ്യേണ്ടത്? 5 ഡിജിറ്റ് ടെലിഫോൺ നമ്പർ ആണ് ഫോം ചെയ്യേണ്ടത്. ഇപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ എന്ത് ചെയ്യണം? 5 ബോക്സ് വരയ്ക്കണം അല്ലെ? 5 ഡിജിറ്റ് ടെലിഫോൺ നമ്പർ ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ 5 ബോക്സ് വരയ്ക്കാം. ക്ലിയർ ആണല്ലോ? എന്റെ കയ്യിൽ 0 മുതൽ 9 വരെ 10 ഡിജിറ്റുകളുണ്ട്. ഈച്ച് നമ്പർ സ്റ്റാർട്ട്സ് വിത്ത് 67. ഓരോ ടെലിഫോൺ നമ്പറും തുടങ്ങുന്നത് 67. അപ്പൊ അവിടെ ഇനി പെർമ്യൂട്ടേഷന്റെ പോസിബിലിറ്റി ഇല്ല. അതായത് അവിടെ ഇനി ഒരു അറേഞ്ച്മെന്റിന്റെ പോസിബിലിറ്റി ഇല്ല. അത് ഫിക്സ് ചെയ്ത് വെച്ചു. അപ്പൊ ഈ 2 ബോക്സ് എനിക്ക് ഒരു രീതിയിലേ ഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം അത് ഓൾറെഡി ഫിക്സ്ഡ് ആണ്. ശരിയല്ലേ? ഈ 2 ബോക്സുകൾ ഒറ്റ രീതിയിലേ ഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം എന്താണ്? അത് ഓൾറെഡി ഫിക്സ് ചെയ്തു. ആദ്യത്തെ 2 ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചു. ഇനി ബാക്കിയുള്ള പ്ലേസസിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. 0 മുതൽ 9 വരെ എന്റെ കയ്യിൽ 10 ഡിജിറ്റുകളുണ്ട്. ആ 10 ഡിജിറ്റുകളിലെ 2 ഡിജിറ്റുകൾ ഓൾറെഡി ഫിക്സ് ചെയ്തു. കാരണം ഇത് നോക്കേണ്ട കാരണം എന്താ? റെപ്പിറ്റീഷൻ അലൗഡ് അല്ല. ഓൾറെഡി ഉപയോഗിച്ച ഡിജിറ്റുകൾ വീണ്ടും ഉപയോഗിക്കാൻ പറ്റത്തില്ല. നോ ഡിജിറ്റ്സ് അപ്പിയേഴ്സ് മോർ ദാൻ വൺസ് എന്ന് പറയുന്നത് അല്ലെ? നോ ഡിജിറ്റ് അപ്പിയേഴ്സ് മോർ ദാൻ വൺസ്. ഈ 10 നമ്പറുകൾ ഉള്ളതിൽ 2 നമ്പറുകളെ നമ്മൾ ഫിക്സ് ചെയ്തു. ബാക്കി എത്ര നമ്പറുകളുണ്ട്? 10 - 2 8 ഡിജിറ്റുകൾ എന്റെ കയ്യിലുണ്ട്. ശരിയല്ലേ? 8 ഡിജിറ്റുകൾ എന്റെ കയ്യിലുണ്ട്. ശരിയാണല്ലോ? ആ 8 ഡിജിറ്റിൽ ഏത് ഡിജിറ്റ് വേണമെങ്കിലും എനിക്ക് എന്ത് ചെയ്യാം? ഇവിടെ പ്ലേസ് ചെയ്യാം. ബാക്കിയുള്ള 7 ഡിജിറ്റിൽ ആരെ വേണമെങ്കിലും ഇവിടെ പ്ലേസ് ചെയ്യാം. ബാക്കിയുള്ള 6 ഡിജിറ്റിൽ ആരെ വേണമെങ്കിലും ഇവിടെ പ്ലേസ് ചെയ്യാം. സോ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തെടുത്താൽ നമുക്ക് ആൻസർ ആയി. ക്ലിയർ അല്ലേ? 6 8 48 × 7.
7 8 56 56 6 ശിഷ്ടം 5 28 5 33 336. ഓപ്ഷൻ സി 336 വരും ആൻസർ. ക്ലിയർ അല്ലേ? അത് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യണം. ഇത് മുൻപ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്, പ്രത്യേകം നോക്കി വെക്കാം. ഓക്കെ, സിമിലർ മോഡൽ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇവൻ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ എന്തായിരുന്നു നമ്മുടെ ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി എന്ന് പറഞ്ഞ ഒരു എക്സാം കേരള PSC കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് മുൻപ് നടന്ന ഒരു പരീക്ഷ, എനിക്ക് 2023 നടന്ന ഒരു പരീക്ഷയ്ക്ക് സമാനമായ ഒരു ചോദ്യം എക്സാമിന് ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഈ മോഡൽ ഓഫ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്, പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചു വെക്കാം. ഓക്കെ, 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. എ കോയിൻ ഈസ് ടോസ്ഡ് 3 times ആൻഡ് ദ ഔട്ട്കംസ് ആർ റെക്കോർഡഡ്. ഹൗ മെനി പോസിബിൾ ഔട്ട്കംസ് ആർ ദർ? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് പ്രോബബിലിറ്റിക്കകത്താണല്ലോ ഈ ഒരു സാധനം വരിക, ഇതെന്താണ് ഇവിടെ കയറി വന്നത്? ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ പിന്നിലുള്ള ഐഡിയ എന്താണ്? പ്രോബബിലിറ്റിയിൽ കോയിൻ 3 times ടോസ് ചെയ്താൽ 2⁻3 8 ഔട്ട്കംസ് ഉണ്ട്, 8 പോസിബിൾ ഔട്ട്കംസ് ആർ ദയർ എന്ന് നമ്മൾ പ്രോബബിലിറ്റിയിൽ പഠിക്കുന്നുണ്ട്, സാമ്പിൾ സ്പേസ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട്. ശരിയല്ലേ? ഇവിടെ ഒരു കോയിൻ 3 പ്രാവശ്യം ടോസ് ചെയ്താൽ ഓരോ പ്രാവശ്യം ടോസ് ചെയ്യുമ്പോഴും 3 പ്രാവശ്യം ടോസ് ചെയ്തു 3 ബോക്സ് വരയ്ക്കണം. ഓരോ പ്രാവശ്യം ടോസ് ചെയ്യുമ്പോഴും there are 2 പോസിബിൾ ഔട്ട്കംസ്. ഒന്നില്ലെങ്കിൽ ഹെഡോ ടെയിലോ, രണ്ടാമത്തെ പ്രാവശ്യം ഹെഡോ ടെയിലോ, മൂന്നാമത്തെ പ്രാവശ്യം ഹെഡോ ടെയിലോ. ഓരോ പ്രാവശ്യം ടോസ് ചെയ്യുമ്പോഴും there are 2 പോസിബിൾ ഔട്ട്കംസ്. അങ്ങനെയാണെങ്കിൽ 2 into 2 into 2 2 cube 8 പോസിബിൾ ഔട്ട്കംസ് ഉണ്ട്. സോ ഹൗ മെനി പോസിബിൾ ഔട്ട്കംസ് ആർ ദയർ? 8 പോസിബിൾ ഔട്ട്കംസ്. A coin is tossed 3 times. How many possible outcomes are there? 8 possible outcomes. ഓക്കെ, അത് ജനറലി എന്ത് ചെയ്താൽ മതി? 2⁻n എന്ന് ഓർത്ത് വെച്ചാൽ മതി. അതൊന്ന് നോട്ട് ചെയ്തോളൂ. ഇഫ് എ കോയിൻ ഈസ് ടോസ്ഡ് n times, if a coin is tossed n times, then number of possible outcomes is equal to number of possible outcomes is equal to 2⁻n. ഒരു കോയിൻ n ടൈംസ് ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് എന്താണ്? 2⁻n. ഇനി ഇഫ് എ ഡൈ ഇസ് ത്രോൺ n ടൈംസ്, ഒരു ഡൈ, ഒരു ഏണിയും പാമ്പും കളിക്കുമ്പോൾ നമ്മൾ എറിയുന്ന സാധനമല്ലേ, അതാണ് ഡൈ എന്ന് പറയുന്നത്. അത് നമ്മൾ n ടൈംസ് എറിഞ്ഞാൽ ഇഫ് എ ഡൈ ഇസ് ത്രോൺ n ടൈംസ്, if a die is thrown n times, if a die is thrown n times, നോക്കണേ, if a die is thrown n times, then the number of possible outcomes is 6⁻n. Then the number of possible outcomes is equal to 6⁻n. എന്താണ് 6⁻n? ഒരു ഡൈ n ടൈംസ് ത്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന പോസിബിൾ ഔട്ട്കംസിന്റെ എണ്ണം 6⁻n ഉം, ഒരു കോയിൻ n ടൈംസ് ടോസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന പോസിബിൾ ഔട്ട്കംസിന്റെ എണ്ണം 2⁻n ഉമാണ്. ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. സെറ്റാണെന്ന് പ്രതീക്ഷയോടെ. യെസ്, 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഗിവൺ 5 flags ഓഫ് ഡിഫറെന്റ് കളേഴ്സ്, വ്യത്യസ്തമായ കളറുകളുള്ള 5 ഫ്ലാഗുകൾ നമ്മുടെ കയ്യിൽ തന്നു. ഹൗ മെനി ഡിഫറെന്റ് സിഗ്നൽസ് ക്യാൻ ബി ജനറേറ്റഡ് ഇഫ് ഈച്ച് സിഗ്നൽ റിക്വയർസ് യൂസ് ഓഫ് 2 flags, one below the other? അതായത് ഒരു സിഗ്നൽ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വ്യത്യസ്തമായ 2 ഫ്ലാഗുകളായിരിക്കണം. വൺ ബിലോ ദ അതർ, ഒരു ഫ്ലാഗ് ഇവിടെ ആണെങ്കിൽ അതിന്റെ താഴെ അടുത്ത ഫ്ലാഗ്. വൺ ബിലോ ദ അതർ എന്ന രീതിയിൽ 2 വ്യത്യസ്തമായ ഫ്ലാഗുകൾ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ഒരു സിഗ്നൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എത്ര ഡിഫറെന്റ് സിഗ്നൽ ഉണ്ടാക്കാം? നമ്മുടെ കയ്യിൽ 5 ഫ്ലാഗ് ഉണ്ട്. 5 ഫ്ലാഗിൽ ഏതെങ്കിലും ഒരെണ്ണം ഇവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ യൂസ് ഓഫ് 2 flags ടു ക്രിയേറ്റിംഗ് എ സിഗ്നൽ എന്നാ പറയുന്നത്. ബാക്കിയുള്ള 4 ഫ്ലാഗിൽ ഏതെങ്കിലും ഒരെണ്ണമേ എനിക്ക് ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓൾറെഡി ഉപയോഗിച്ച ഫ്ലാഗ് തന്നെ വീണ്ടും ഉപയോഗിച്ചാൽ അതെന്തായിട്ട് പരിഗണിക്കപ്പെടത്തില്ല? അതൊരു സിഗ്നൽ ആയിട്ട് പരിഗണിക്കപ്പെടത്തില്ല. ക്ലിയർ ആണോ? സോ 5 into 4 20 സിഗ്നൽസ് എനിക്ക് ഉണ്ടാക്കാം. ഓപ്ഷൻ സി ഇസ് ദ ആൻസർ. നമുക്ക് എത്ര സിഗ്നൽ ഉണ്ടാക്കാൻ പറ്റും? 20 സിഗ്നൽ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ ആണോ നോക്കണേ. യെസ്. ഇനി പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് പഠിക്കുമ്പോൾ അതിന്റെ അടിസ്ഥാന ധാരണയിൽ നമ്മൾ ഏറ്റവും പ്രാധാന്യാർഹിതമായി പഠിച്ചിരിക്കേണ്ട ഒരു സാധനമാണ് ഫാക്ടോറിയൽ.
എന്താണ് ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. ഫാക്ടോറിയൽ ആൻഡ് ഫാക്ടോറിയൽ റിലേറ്റഡ് സിംപ്ലിഫിക്കേഷൻസ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. നോക്കാം. ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ, ശ്രദ്ധിക്കുക, എൻ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എൻ ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു എൻ മൈനസ് 2 ഇൻറ്റു എൻ മൈനസ് 3 ഇൻറ്റു എക്സെട്ര ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. ഇതിനെയാണ് നമ്മൾ ഏത് പേരിട്ട് വിളിക്കുക? എൻ ഫാക്ടോറിയൽ എന്നുള്ള പേരിട്ട് വിളിക്കുക. അതായത് ഏത് നമ്പറിന്റെ ഫാക്ടോറിയൽ ആയിക്കോട്ടെ, അതിൽ നിന്ന് തുടങ്ങി ഒന്ന് കുറച്ച് ഗുണിച്ച് ഗുണിച്ച് പോയി ഒന്നിൽ അവസാനിപ്പിക്കണം. സോ ദാറ്റ് ഈസ് ദ ഫാക്ടോറിയൽ. ഉദാഹരണം നോക്കാം. 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ഫാക്ടോറിയൽ 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. ആൻസർ എന്ത് വരും? 120. ക്ലിയർ ആണല്ലോ? യെസ്. 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. ആൻസർ എന്ത് വരും? 24. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 3 ഇൻറ്റു 2 ഇൻറ്റു 1. ആൻസർ എന്ത് വരും? 6. ക്ലിയർ അല്ലേ? 6 ഫാക്ടോറിയൽ എന്ത് വരും? 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. അതായത് 120 ഇൻറ്റു 6 720. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ഫാക്ടോറിയൽ കണ്ടുപിടിക്കുന്നത്. ആൻഡ് വൺ മോർ പോയിന്റ്, 0 ഫാക്ടോറിയൽ ഈസ് ഡിഫൈൻഡ് ആസ് 1. 0 ഫാക്ടോറിയൽ ഈസ് ഡിഫൈൻഡ് ആസ് 1. 0 ഫാക്ടോറിയൽ ഈസ് എന്താണ്? ഡിഫൈൻഡ് ആസ് 1. 0 ഫാക്ടോറിയൽ 1 ആയിട്ട് നിർവചിക്കപ്പെട്ടതാണ് കേട്ടോ. 0 ഫാക്ടോറിയൽ ഈസ് എന്താണ്? ഡിഫൈൻഡ് ആസ് 1. 0 ഫാക്ടോറിയലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? 1 ആക്കി ഡിഫൈൻ ചെയ്ത് വെച്ചേക്കും, അതായത് നിർവചിച്ച് വെച്ചേക്കാണ്. 0 ഫാക്ടോറിയൽ ഈസ് എന്താണ്? ഡിഫൈൻഡ് ആസ് 1. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെച്ചോളൂ. പൂജ്യത്തിന്റെ ഫാക്ടോറിയൽ എന്താണ്? 1. ഈ പൂജ്യം കൊണ്ടുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിൽ ആൻസർ 1 കിട്ടുന്ന ഒരു റെയർ ഓപ്പറേഷൻ ആണ് ഫാക്ടോറിയൽ. അതായത് പൂജ്യം കൊണ്ട് ഏതൊരു നമ്പറിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ 0 ആയി. പൂജ്യം കൊണ്ട് ഏതൊരു നമ്പറിനെ കൂട്ടിയാൽ നമുക്ക് ആ നമ്പർ തന്നെയാണ് കിട്ടുക. അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയും. ശരിയല്ലേ? പൂജ്യം കൊണ്ടുള്ള ഹരണം നിർവചിക്കപ്പെട്ടിട്ടില്ല, ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടില്ല. ഒരു നമ്പറിനെ നമുക്ക് പൂജ്യം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോട്ട് ഡിഫൈൻഡ് എന്ന ഉത്തരമാണ്. ഇൻഫിനിറ്റി എന്നൊക്കെ നമ്മൾ ചെല്ലപ്പേരിട്ട് വിളിക്കും, അല്ലെ? ദെൻ പണ്ടൊക്കെ നമ്മൾ 900 എന്ന് പറയായിരുന്നു. ഇപ്പൊ നമ്മൾ ഇൻഫിനിറ്റി എന്നുള്ള മോഡേൺ പേരാണ് ഉപയോഗിക്കുക. അപ്പൊ നമ്മൾ അഡിഷന്റെ കേസ് പറഞ്ഞു, സബ്ട്രാക്ഷന്റെ കേസും അത് തന്നെയാണ്. പൂജ്യം കൊണ്ട് കുറച്ചാൽ ആ നമ്പർ തന്നെയാണ് കിട്ടുക. ശരിയല്ലേ? പൂജ്യം കൊണ്ട് ഹരിച്ചാൽ നോട്ട് ഡിഫൈൻഡ് ആണ്, പൂജ്യം കൊണ്ട് ഗുണിച്ചാൽ ഉത്തരം 0 ആയി പോകും. ശരിയാണല്ലോ? ഇനി 0യിൽ ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ചെയ്ത് ഉത്തരം 1 കിട്ടുന്നത് ഫാക്ടോറിയൽ ആണ്. 0 ഫാക്ടോറിയൽ. 0യിൽ നേരിട്ട് ഒരു ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് 1 കിട്ടാൻ പറഞ്ഞാൽ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഫാക്ടോറിയൽ. ഓക്കെ. അതായത് വേറെ നമ്പേഴ്സിന്റെ ഒന്നും സഹായമില്ലാതെ, പൂജ്യത്തിന്റെ കൂടെ 1 കൂട്ടിയ 1 കിട്ടും എന്നൊന്നും പറയരുത്. അവിടെ ആ 1ന്റെ സഹായം നമ്മൾ എടുത്തല്ലോ. ഇവിടെ വേറെ നമ്പേഴ്സിന്റെ സഹായം ഇല്ലാതെ ഒരു ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് 1 കിട്ടുന്നത് എന്താണ്? 0 ഫാക്ടോറിയൽ. ഇനി 1 കിട്ടാൻ വേറെ വഴികളുണ്ട്. 0യിൽ ഓപ്പറേഷൻ ചെയ്യുന്ന കാര്യം പറഞ്ഞത് എന്താണ്? വേറെ ഏത് നമ്പർ കിട്ടിയാലും അതിന്റെ പവറിൽ 0 എടുത്താൽ നമുക്ക് ആൻസർ 1 ഉണ്ടാക്കാം. ശരിയല്ലേ? ഇപ്പൊ 5^0, 6^0, 7^0, അതെല്ലാം 1 ആണ്. പക്ഷെ 0യിൽ ഒരു ഓപ്പറേഷൻ ചെയ്ത് 1 ഉണ്ടാക്കാൻ പറഞ്ഞാൽ എന്താണ്? 0 ഫാക്ടോറിയൽ ആണ്. സോ 0 ഫാക്ടോറിയൽ ഈസ് ഡിഫൈൻഡ് ആസ് എന്താണ്? 1. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഈ പെർമ്യൂട്ടേഷനകത്ത് ഒക്കെ നമ്മൾ പെർമ്യൂട്ടേഷൻ ആയാലും ശരി, കോമ്പിനേഷൻ ആയാലും ശരി, അവിടെ എല്ലാം തന്നെ ഫാക്ടോറിയൽസ് ആണ് നമ്മൾ ഉപയോഗിക്കുക. അങ്ങനെ ഫാക്ടോറിയൽസ് ഉപയോഗിക്കുന്ന സമയത്ത് ഫാക്ടോറിയൽ സിംപ്ലിഫിക്കേഷനിൽ ഹെൽപ്ഫുൾ ആവുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. എക്സാമ്പിൾ നോക്കാം. ഒരു ഉദാഹരണത്തിന് നമ്മൾ എടുക്കുകയാണെങ്കിൽ 5 ഫാക്ടോറിയലിനെ നമുക്ക് എങ്ങനെ എഴുതാം? 5 ഫാക്ടോറിയലിനെ 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 എന്ന് എഴുതാം.
ഈ 4x3x2x1 എന്ന് പറയുന്നത് 4 ഫാക്ടോറിയൽ, ശരിയല്ലേ? സോ ആ 5 ഫാക്ടോറിയലിനെ വേണമെങ്കിൽ 5x4 ഫാക്ടോറിയൽ എന്ന് എഴുതാം. അതിനെ തന്നെ വേണമെങ്കിൽ 5x4x3 ഫാക്ടോറിയൽ എന്ന് എഴുതാം, ശരിയല്ലേ? ഇങ്ങനെ എഴുതാൻ പറ്റും എന്നുള്ളൊരു ഐഡിയ നമ്മൾ ഓർത്തിരിക്കണം. നമുക്കറിയാം n ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എന്തായിരുന്നു? n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു n മൈനസ് 3 ഇൻറ്റു എക്സെട്ര ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ആയിരുന്നു. ഇതാണ് n ഫാക്ടോറിയൽ. സോ n ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു n ഇൻറ്റു ഈ n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു n മൈനസ് 3 ഇൻറ്റു ഇതിനെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? n മൈനസ് 1 ഫാക്ടോറിയൽ എന്നാണ്. n മൈനസ് 1ന്റെ ഫാക്ടോറിയൽ ആണത്, ശരിയല്ലേ? അതിന് എക്സാമ്പിൾ ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ഞാൻ ആദ്യമേ ഒരു ഉദാഹരണം എഴുതി കാണിച്ചത്. 5 ഫാക്ടോറിയലിനെ വേണമെങ്കിൽ 5x4x3x2x1 എന്ന് എഴുതാം. ആ 4x3x2x1നെ വേണമെങ്കിൽ 4 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ആ 4 ഫാക്ടോറിയലിനെ വേണമെങ്കിൽ 4x3 ഫാക്ടോറിയൽ എന്ന് എഴുതാം. 3 ഫാക്ടോറിയലിനെ വേണമെങ്കിൽ 3x2 ഫാക്ടോറിയൽ എന്ന് എഴുതാം, ശരിയല്ലേ? ഇപ്പൊ ജനറലി n ഫാക്ടോറിയലിനെ നമുക്ക് n ഇൻറ്റു n മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ക്ലിയർ ആണല്ലോ? n ഫാക്ടോറിയലിനെ നമുക്ക് എങ്ങനെ എഴുതാം? n ഇൻറ്റു n മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഇതിനെ തന്നെ വേണമെങ്കിൽ നമുക്ക് വീണ്ടും എങ്ങനെ എഴുതാം? ഇതിനെ തന്നെ വേണമെങ്കിൽ നമുക്ക് വീണ്ടും എങ്ങനെ എഴുതാം? n ഇൻറ്റു, ശ്രദ്ധിച്ചിരിക്കണേ, ഒരു സെക്കൻഡ് ഒന്ന് ചാർജ് ചെയ്തോട്ടെ. യെസ്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ മോഡിഫൈ ചെയ്ത് എഴുതാം? n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു ഈ n മൈനസ് 2 ഇൻറ്റു n മൈനസ് 3 ഇൻറ്റു അങ്ങനെ 1 വരെ ഗുണിച്ച് പോകുന്നത് എന്താണ്? n മൈനസ് 2 ഫാക്ടോറിയൽ ആണ്, ശരിയല്ലേ? ഇതിനെ തന്നെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു n മൈനസ് 3 ഫാക്ടോറിയൽ എന്ന് എഴുതാം, ശരിയാണല്ലോ? ഈ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇത് നമുക്ക് ഫാക്ടോറിയൽ റിലേറ്റഡ് സിംപ്ലിഫിക്കേഷൻസിൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. ഓക്കെ ആണല്ലോ? അത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ട് ഓർത്തു വെക്കണേ. ഇനി ഓർത്തിരിക്കേണ്ട മറ്റൊരു പോയിന്റ്, ചില സിംപ്ലിഫിക്കേഷൻസ് ഒക്കെ ചെയ്യാൻ ഇതെങ്ങനെ ഹെൽപ്പ് ആകും എന്നുള്ളതാണ്. ഈ ഒരു ഐഡിയ സിംപ്ലിഫിക്കേഷൻസിൽ എങ്ങനെ ഹെൽപ്പ് ആകും എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ നോക്കുകയാണ്. 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 6 ഫാക്ടോറിയൽ എന്ന് കിടക്കും. ഇതിനെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? 8 ഫാക്ടോറിയലിനെ 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഫാക്ടോറിയൽ എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ 6 ഫാക്ടോറിയൽ. 6 ഫാക്ടോറിയൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 7 എത്രയാണ്? 56 വരും ആൻസർ. ക്ലിയർ അല്ലേ? ഇതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്, ശരിയാണല്ലോ? ആൻഡ് അനദർ വൺ, 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 9 ഫാക്ടോറിയൽ. 10 ഫാക്ടോറിയലിനെ എങ്ങനെ എഴുതാം? 10 ഇൻറ്റു 9 ഫാക്ടോറിയൽ എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ 9 ഫാക്ടോറിയൽ. 9 ഫാക്ടോറിയൽ കട്ടായാൽ ആൻസർ എന്ത് വരും? 10 വരും. ഓക്കെ ആണല്ലോ? അനദർ വൺ, n മൈനസ് 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ. n മൈനസ് 1 ഫാക്ടോറിയൽ ബൈ n ഫാക്ടോറിയൽ. ഐഡി ഉപയോഗിക്കണം. നോക്ക്, n മൈനസ് 1 ഫാക്ടോറിയൽ അതേപോലെ തന്നെ ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയലിനെ വേണമെങ്കിൽ എങ്ങനെ എഴുതാമെന്ന് പഠിച്ചു? n ഇൻറ്റു n മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് എഴുതാം. n ഫാക്ടോറിയലിനെ വേണമെങ്കിൽ n ഇൻറ്റു n മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് എഴുതാം. n മൈനസ് 1 ഫാക്ടോറിയൽ കട്ട് ചെയ്താൽ 1 ബൈ n വരും ആൻസർ. 1 ബൈ n. കിട്ടിയോ? അതായത് ഈ ഒരു സിംപ്ലിഫിക്കേഷൻ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? പെട്ടെന്ന് ആൻസേഴ്സിലേക്ക് എത്താനായിട്ട് പറ്റണം. ഓക്കെ ആണോ? വേറൊരു എക്സാമ്പിൾ നോക്കാം. 5 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ. പറഞ്ഞേ, 5 ഫാക്ടോറിയലിനെ നമുക്ക് എങ്ങനെ എഴുതാം? 5 ഇൻറ്റു 4 ഫാക്ടോറിയൽ എന്ന് എഴുതാം. 3 ഫാക്ടോറിയലിനെ 3 ഇൻറ്റു 2 ഇൻറ്റു 1 എന്ന് എഴുതാം, ബൈ 4 ഫാക്ടോറിയൽ ഉണ്ട്. ഇപ്പോൾ 4 ഫാക്ടോറിയൽ കട്ടായിപ്പോയി. സോ അപ്പൊ ആൻസർ എന്ത് വരും? 5 ഇൻറ്റു 6. ആൻസർ എത്രയാണ്? 30. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഫാക്ടോറിയൽ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പറ്റണം. ക്ലിയർ ആണോ? യെസ്. ഫാക്ടോറിയലിന്റെ അടിസ്ഥാന ധാരണ കിട്ടിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ പെർമ്യൂട്ടേഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിക്കണം. എന്താണ് റൂൾ ഓഫ് പ്രോഡക്റ്റ് അഥവാ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്?
അത് ഉപയോഗിച്ചുകൊണ്ട് ബേസിക് ലെവലിലുള്ള അറേഞ്ച്മെന്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യും എന്നുള്ളത് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ടു. അതിനുശേഷം എന്താണ് ഫാക്ടോറിയൽ, അതിന്റെ ഡെഫിനിഷൻ, അതിന്റെ സിംപ്ലിഫിക്കേഷൻ ട്രിക്സ്, എങ്ങനെ വളരെ പെട്ടെന്ന് ഫാക്ടോറിയൽ സോൾവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഓക്കെ, അപ്പൊ ആ പോയിന്റ്സ് എല്ലാം പ്രത്യേകം നോട്ട് ഡൗൺ ചെയ്ത് പഠിക്കണം. ആൻഡ് ഫാക്ടോറിയലിനെ എങ്ങനെ റീറൈറ്റ് ചെയ്യാം, n factorial can be rewritten as n into n minus 1 factorial. അത് പർപ്പസ് ഓറിയന്റഡ് ആണ് കേട്ടോ. പർപ്പസ് അനുസരിച്ചിട്ട് നമ്മുടെ സിംപ്ലിഫിക്കേഷൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, എങ്ങനെ ക്യാൻസലേഷൻ നടത്താം, ആ പർപ്പസ് ഓറിയന്റഡ് ആയിട്ട് വേണം നിങ്ങൾ ഈ മോഡിഫിക്കേഷൻ ചെയ്യാൻ. മോഡിഫിക്കേഷൻ ചെയ്യണമെങ്കിൽ മോഡിഫിക്കേഷൻ അറിയണം. ആ മോഡിഫിക്കേഷൻ എന്താണ്? n factorial can be modified as n into n minus 1 factorial. Also it can be written as n into n minus 1 into n minus 2 factorial. അത് വാട്ട് എവർ ദ സിംപ്ലിഫിക്കേഷൻ ഈസ് അതിന് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ അറിയണം. ഓക്കെ, അപ്പൊ കറക്റ്റ് ക്യാൻസൽ ആയി പോകുന്ന ഒരു സാധനം ഉണ്ടാവും, അത് ആവുന്നത് വരെ നമ്മൾ എഴുതണം. എന്നിട്ട് വെട്ടിക്കളഞ്ഞ് പെട്ടെന്ന് സോൾവ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാം. അപ്പൊ ആ ഒരു സിംപ്ലിഫിക്കേഷൻ പർപ്പസിൽ നമുക്കിത് വളരെ യൂസ്ഫുൾ ആണ്. ഈവൻ പെർമ്യൂട്ടേഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണെങ്കിലും കോമ്പിനേഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണെങ്കിലും അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പഠിച്ചിട്ട് വരിക. അടുത്ത ക്ലാസ്സിൽ എന്താണ് പെർമ്യൂട്ടേഷൻ എന്നുള്ളത് പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഓക്കെ, സോ അടുത്ത ക്ലാസ്സിൽ കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.